ഹായ് ഹലോ, ഞാൻ നിങ്ങളെ സ്വന്തം നില പ്രതീഷ്. ഇന്നത്തെ ഞങ്ങളെ യാത്ര ഷോപ്പിങ്ങിനാണ്. വാടാനപ്പള്ളിയിലുള്ള ചാരുതയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാം. ചാരുതയില് വിഷുവിന്റെ കളക്ഷൻ ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതോടെ ഞങ്ങൾ നേരെ തൃപ്പ്യാറ് അർച്ചനയ്ക്ക് പോയി. ഡ്രസ്സൊക്കെ നോക്കിയിട്ട് എനിക്കൊരു ഡ്രസ്സ് ഇഷ്ടമായി. അത് ഞാൻ കാണിച്ചു തരാട്ടാ. അതിൻ്റെ ഇടയിൽ ഉണ്ണി നല്ല കുറുമ്പായിരുന്നു കേട്ടാ. അവിടത്തെ ചേച്ചിമാർക്ക് എൻ്റെ ചാനലൊക്കെ കാണിച്ചു കൊടുത്ത് നല്ല ഇഷ്ടമായി. ഡ്രസ്സ് എടുത്ത് ക്ഷീണിച്ചപ്പോഴേ ഞങ്ങൾക്ക് വിശന്നു. അപ്പൊ ജയ ബേക്കറിയിൽ കയറി. ഇപ്പൊ ഞങ്ങൾ അവിടെയാട്ടാ. ഷാർജ ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരാൻ വേണ്ടി കട്ട വെയിറ്റിംഗാ. ഞാൻ നോക്കിയപ്പോ ഉണ്ണിയും അമ്മയും നല്ല കളി അവിടെ നോക്കിയിരുന്ന് ഷാർജ ഷേക്ക് വന്നു. ഏറ്റവും കൂടുതൽ ഐസ്ക്രീം ഉള്ള ഷേക്ക് തന്നെ ഞാൻ നെയ്ക്ക് വെച്ചു. ഷേക്ക് വന്ന പാടെ അമ്മ എടുത്ത് കുറച്ച് ഉണ്ണിക്കും കൊടുത്തു. പിന്നെ ചുറ്റുള്ളതൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ അങ്ങോട്ട് കഴിച്ചുടങ്ങി. സൂപ്പർ. ഷേക്ക് കുടിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത ലക്ഷ്യം വേറെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ ചെന്നത് എനിക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പ് കടയ്ക്ക്. ചെരുപ്പ് അമ്മയുടെ വകയായിരുന്നു. കുറച്ച് നേരം ഞാൻ അവിടെ തപ്പി തരഞ്ഞിട്ട് എനിക്കൊരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടു. അതും ഞാൻ ഇതിന് ശേഷം കാണിച്ചു തരാം. ഹായ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങൾ കറങ്ങാനൊക്കെ ഇറങ്ങി. അച്ഛൻ വാങ്ങിച്ചെന്ന് ഡ്രസ് ഇതെങ്ങനെയുണ്ടെന്ന് പറയട്ടാ. ഫസ്റ്റില് ഞങ്ങൾ ചായ കുടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ തൃപ്പ്യാറുള്ള ചായക്കടയ്ക്ക് കേറിട്ടാ. തൃപ്പ്യാറുള്ള ചായ ക്ലബില് കേറി. ചായ ക്ലബില് ഒരുപാട് ഐറ്റംസ് ഉള്ള കടയാട്ടാ. എനിക്ക് നല്ല ഇഷ്ടമാണ്. പരിപ്പട കഴിക്കുമ്പോ ശബ്ദം കേൾക്കണില്ലേ? നല്ല രസമായി തോന്നണില്ലേ? നല്ല സൂപ്പർ പരിപ്പടല്ലേ, അടിപൊളി. അങ്ങനെ ദൈവം കൊടുത്ത് പരിപ്പട നിന്ന് ഞങ്ങൾ യാത്ര തുടങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയ തേവര തട്ടകത്തിക്കാട്ടാ. കണ്ടില്ലേ? വന്ന പാടൊരു ആന വരുന്ന കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, കയ്യും കാലും വരച്ചു. അമ്മയ്ക്ക് ഇത്രയും പേടിയുള്ള ജീവി വേറെ ഒന്നുമില്ലട്ടാ. ഞാൻ അമ്മയും കടയുടെ മുകളിൽ ഒളിച്ചിരുന്നു. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട്. ഞങ്ങള് തൃപ്പ്യാർ അമ്പലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കേറിയിട്ട് ഞങ്ങൾ പോവണുള്ളൂ. ആറാട്ടുപുഴ ഉത്സവമൊക്കെ ആവാറായില്ലേ? അതിന്റെ തിരക്കാണ്. കണ്ടില്ലേ? പൂക്കൾ കണ്ടൊക്കെ അലങ്കരിച്ചിട്ട് അമ്പലം രണ്ടാരുണ്ടമ്മ. നോക്കിയ എന്റെ തൊട്ട പിറകിൽ ആന നിക്കണത് നോക്കിയ. ഉണ്ണി ആനേനെ കണ്ടിട്ടേ പേടിച്ചിട്ട് അച്ഛനെ വിളിക്കണ്ടാട്ടെ കാണണേ. തേവരെ കണ്ട് തൊഴുതു വണങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അമ്പലത്തേക്ക് കയറിയപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ പരിചയത്തിലുള്ള ചായക്കട എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ അവിടെ നിന്ന് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. അമ്പലത്തിൽ പോകുമ്പോഴേ ഈ കടയിലാണ് ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരിട്ടിട്ട് പോവാറ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ആവണംകാട്ടില് വിഷ്ണുമായനെ കാണാനാണ്. ഇന്നും അത്യാവശ്യം തിരക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടാ. സത്യത്തിൽ എനിക്ക് നല്ല സന്തോഷമായി. എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ? ആ സന്തോഷമൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ? സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് നേരെ പ്രസാദ് ഊട്ടിന് പോയി. എൻ്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലേ? അപ്പം എല്ലാവരും ഒന്ന് വിഷ് ചെയ്തോട്ടാ. അപ്പോൾ ഉമ്മ ബായ്.